പാലക്കാട് വോട്ടർ നോട്ട് മാത്രമല്ല വോട്ടർമാർക്ക് ബി.ജെ.പി. സാരി നൽകിയെന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. കോൺഗ്രസും CPM-ഉമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ പല വീടുകളിലും ചെന്ന് സ്ത്രീകൾക്ക് സാരി നൽകി എന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനും SP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം പരാജയ ഭീതി മുന്നിൽ കണ്ടുള്ള നീക്കമെന്ന് LDF സ്ഥാനാർത്ഥി NMR റസാഖ് പറയുന്നു. പിന്നെ തലേന്നുള്ള ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെ പാട്ടത്. ഇവര് ദിവസങ്ങളായിട്ട് പോകുന്ന കല്യാണ വീടുകളിലും മരണ വീടുകളിലൊക്കെ കൊടുത്തു എന്ന് പ്രവർത്തകർ പറയാറുണ്ട്. പല കാര്യങ്ങൾ, പല കുട്ടികൾക്ക് പൈസ കൊടുക്കുക, വലിയ വ്യാപകമായ രീതിയിൽ സാരി വിതരണം നടത്തിയിട്ടുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ പ്രവർത്തകർ പറയുന്നതാണ്. പക്ഷെ ഇതൊന്നും തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടിയില്ല. ഞങ്ങളിത് കാത്തിരിക്കുകയായിരുന്നു. VS ഗോകുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഈ വിഷയവും ശോഭാ സുരേന്ദ്രനോട് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഇതാണോ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്ന പരിഹാസ മറുപടിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ നൽകിയത്. ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞാണ് BJP-യുടെ പ്രതിരോധം? ഈ വിഷയത്തിൽ CPM പരാതി നൽകിയിട്ടുണ്ടോ ഔദ്യോഗികമായി? ഈ വിഷയത്തിൽ, അതായത് ഈ പ്രധാനമായി സാരി നൽകിയെന്നുള്ളൊരു ആരോപണം വരുന്നത് ഈ ശോഭാ സുരേന്ദ്രന്റെ കുട്ടിക്കലാശത്തിന് പങ്കെടുക്കാനായി സ്ത്രീകൾക്ക് സൗജന്യമായി സാരി നൽകിയെന്നുള്ളൊരു ആരോപണമാണ് വരുന്നത്. ഇതിന് ചില BJP പ്രവർത്തകർ ഇങ്ങനെ വീടുകളിൽ പോയി സാരി നൽകുന്നതിന്റെ ചില ഫോട്ടോകളും മറ്റുമായിട്ടാണ് അത് കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM ഒക്കെ തന്നെയാണ് പുറത്തുവിടുന്നത്. പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ ഫോട്ടോ കുറച്ച് ദിവസമായി സജീവമാണ്. പക്ഷെ അതിൽ അപ്പോഴൊന്നും തന്നെ നമുക്കൊരു ആധികാരികത ലഭിച്ചിരുന്നില്ല. പിന്നീട് ഇതൊരു ആരോപണമായി തന്നെ CPM അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒക്കെ തന്നെ ഉന്നയിക്കുകയുമാണ്. അതോടൊപ്പം ഇന്നത്തെ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് പണം നൽകുന്ന അല്ലെങ്കിൽ എങ്ങനെ പണം ആ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി തന്നെ അതിനു മുൻപ് ഉണ്ടായ ഈ സംഭവങ്ങളുടെ കൂടി ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ തന്നെ പുറത്തു വരികയായിരുന്നു. അങ്ങനെയാണ് ഈ ആരോപണം കോൺഗ്രസും CPM ഒക്കെ തന്നെ ഉന്നയിച്ചത്. വീടുകളിൽ സാരി നൽകുക, അത് പ്രധാനമായും കുട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ് ആരോപണം. ഈ വിഷയത്തിലും ഔദ്യോഗികമായി തന്നെ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. ശരി.